നമുക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണെന്ന് നോക്കിയാലോ? അവർ നിങ്ങളെപ്പറ്റി എന്താണ് അവരുടെ അഭിപ്രായം എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തെങ്കിലും മാറ്റമുണ്ടോ അല്ലേ? 6 of Swords, 7 of Pentacles, Ace of Cups. Oh. 2 of Swords. Okay. 10 of Wands. ശരി. Chariot. ഒരു കാർഡ് കൂടി. 10 of Swords and 4 of Cups. ഓക്കെ, നല്ല അഭിപ്രായമൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സണ് അഭിപ്രായമുണ്ട്. 6 of Swords, 4 of Cups. 4 of Cups ബോട്ടം ഓഫ് ദി ഡെക്കായിരുന്നു. 10 of Swords, 2 of Swords, 10 of Wands, Chariot, Ace of Cups, 7 of Pentacles. ഓക്കെ, അതായത് നിങ്ങൾ വർക്കും ലൈഫും കൂടി മാനേജ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആദ്യമായിട്ട് പറയുന്നത്. അതായത് ഓവർ വർക്കഹോളിക് ആണ്. വർക്കഹോളിക് എന്ന് പറയാൻ പറ്റില്ല, ഓവർ വർക്കഹോളിക് എന്ന് തന്നെ പറയേണ്ടി വരും. ജോലി 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 എന്ന് പറഞ്ഞ് അതിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതിന് വേണ്ടി കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അതാണ് അവർ പറയുന്നത്. ഈ ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക, ലൈഫിനെ ജഗിൾ ചെയ്യാണ് എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അതായിരിക്കും ഇവർക്ക് വേണ്ടി ടൈം നിങ്ങൾ വേണ്ടത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ജോലിയിൽ അത്രയധികം പെയിൻ എടുക്കുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഓവർ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈഫും ജോബും തമ്മിൽ മാനേജ് ചെയ്യാൻ, ഒരു ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നാണ് മെയിനായിട്ട് അവരുടെ ഇന്നത്തെ കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള ഒപ്പീനിയൻ. നിങ്ങളുടെ ജോലി ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ ഇവർക്ക് അഭിമാനമാണ്. നിങ്ങളോട് വളരെയധികം സ്നേഹവുമാണ്. നിങ്ങൾ ഈ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളെ അവർ വളരെയധികം മിസ്സ് ചെയ്യുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അവരോട് സ്നേഹമാണെന്നെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷെ നിങ്ങൾ അവരോട് സംസാരിക്കാനോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ ഉള്ളൊരു സമയം കണ്ടെത്തുന്നുണ്ടാവില്ല. അതിനെപ്പറ്റി അവർക്ക് വിഷമമുണ്ട്. മെയിനായിട്ട് അവർക്ക് അത് തന്നെയാണ് അഭിപ്രായം. വർക്കിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് സമയം കൊടുക്കുന്നു, ഇവർക്ക് വേണ്ടി സമയം കൊടുക്കുന്നില്ല. വർക്കഹോളിക് ആണ് നിങ്ങൾ എന്ന് തന്നെയാണ് മെയിനായിട്ടുള്ള ഇന്നത്തെ അഭിപ്രായം. ഇത് എത്ര പേരുടെ എനർജിയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ എക്സോസ്റ്റഡ് ആയിട്ട് ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. തളർച്ച ഫീൽ ചെയ്യുന്നുണ്ടാവും, വയ്യ എന്ന് പറയുന്നുണ്ടാവും, മിണ്ടാതിരിക്കുന്നുണ്ടാവും. അത് ഇവർക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അവർ പറയുന്നത്. ലൈഫിലേക്കും കൂടി ഫോക്കസ് ചെയ്യൂ. വർക്കഹോളിക് ആണ്, നിങ്ങളുടെ ജോലിയിൽ അവർക്ക് അഭിമാനവുമാണ്. പക്ഷെ കുറച്ച് സ്വന്തം കാര്യം കൂടി ശ്രദ്ധിക്കും എന്നാണ് അവർ പറയുന്നത് കേട്ടോ.